ഹായ് ഹലോ രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാനായിട്ട് വന്നിട്ടുള്ളത് ഒരു ഹെയർ ഡൈയെ പറ്റിയിട്ട് തന്നെ കേട്ടോ. നമുക്ക് 45 കഴിഞ്ഞിട്ടുള്ളവർക്കുള്ള ഒരു പ്രശ്നമല്ലേ, 40 കഴിഞ്ഞാൽ തന്നെ തുടങ്ങായി അല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥ. പിന്നെ കുഴൽക്കിണറിലെ വെള്ളം, പണ്ടൊക്കെ നമ്മൾ കുളത്തിൽ പോയിട്ട് മുങ്ങി കുളിക്കല്ലായിരുന്നോ? എന്തായിരുന്നു അന്നത്തെ ഒരു കാലാവസ്ഥ അല്ലേ? നമ്മൾ വെള്ളിയിലത്താളി, ചെമ്പരത്തിത്താളി ഇതൊക്കെ തേച്ച് നമ്മൾ സുഖമായിട്ട് കുളിക്കും അല്ലേ. സോപ്പ് അങ്ങനെ തലി തേക്കൊന്നുമില്ല പേടിച്ചിട്ട്. അമ്മമാര് ചീത്ത പറയും സോപ്പ് തേക്കരുത് പറഞ്ഞിട്ടല്ലേ. നമുക്ക് താളി തന്നെ ആയിരുന്നു, കുറുന്തോട്ടി താളി ഒക്കെ. ഇപ്പൊ എല്ലാം മാറിയല്ലേ. ഇപ്പൊ കുളിമുറിയിൽ കുളിയായോട് കൂടിയിട്ട് എല്ലാവരും ചെമ്പരത്തിക്കൊക്കെ വിട പറഞ്ഞ് സുഖമായിട്ട് ഷാമ്പുകളെ അങ്ങനെ നമുക്ക് തോന്നാം ഹെർബൽ ഷാമ്പു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഷാമ്പുകളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ എല്ലാത്തിലും കുറേശ്ശെ കെമിക്കൽ ഉണ്ട് അല്ലേ. നമ്മൾ ഇല പറിച്ച് താളി ഉണ്ടാക്കണ പോലെയല്ല. അപ്പോൾ അത് കാരണം ഇന്ന് എല്ലാവരുടെയും മുടി നരയ്ക്കാണ്. ആദ്യമേ നോക്കുക വെച്ചാൽ നമ്മൾ നെല്ലിക്കട്ട എണ്ണ കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി അങ്ങനെ നരക്കില്ല അത്രേ അല്ലേ. പണ്ട് അമ്മമാരങ്ങനെ പറയുന്നുണ്ടാവും, ഓമന നര അതൊക്കെ പോവാൻ നെല്ലിക്കട്ട എണ്ണ കാച്ചി തേക്കുക. പണ്ട് ഞാൻ ഗുരുവായൂർ തൊഴുകാൻ നിൽക്കുക, വരിയിൽ നിൽക്കണ ഒരു പെൺകുട്ടി, അവൾക്കൊരു 17 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ മുടി നന്നായി നരയ്ക്കുന്നു. എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു വയസ്സായ അമ്മ അങ്ങനെ നിൽക്കുകയാണ് തൊഴാൻ. അപ്പോൾ ആ അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, മോളെ നീ ഒരു കാര്യം ചെയ്യേ, നെല്ലിക്കട്ട് എണ്ണ കാച്ചി തേക്കേട്ടോ, എൻ്റെ മുടി ഇങ്ങനെ നരക്കില്ല. ഈ കുട്ടിയിൽ തന്നെ മുടി നരച്ചാൽ ഞങ്ങളുടെ പ്രായമാകുമ്പോഴേ എന്താവും അവസ്ഥ എന്ന്. അപ്പൊ അത് കേട്ടിട്ട് എനിക്ക് അന്നാണ്, അതുവരെയൊന്നും എനിക്ക് നെല്ലിക്ക എണ്ണ കാച്ചി ഞാൻ തേച്ചിട്ടില്ല. ഞാൻ ഈ കഞ്ഞുണ്ണി എണ്ണ അങ്ങനെയുള്ളതൊക്കെ തേച്ചിട്ടുള്ളൂ. നെല്ലിക്ക എണ്ണ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്നാണ് എനിക്ക് നെല്ലിക്ക എണ്ണ അത്രയും നല്ലതെന്ന് മനസ്സിലായത്. എന്താ വെച്ചാൽ ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്നിട്ടല്ലേ അമ്മ പറഞ്ഞു കൊടുക്കണം ആ മോളൊക്കെ. അപ്പൊ നല്ല കാര്യമാവുമല്ലോ. അപ്പോഴാണ് എനിക്ക് നെല്ലിക്ക അത്രയും ഗുണമുള്ളതെന്ന്. പക്ഷെ സത്യമാണ് കേട്ടോ, നെല്ലിക്ക നല്ലതാണ്. അപ്പോൾ ഇന്ന് അതൊന്നല്ല പറയുന്നത്, നമ്മ ഒരു ഡൈയെ പറ്റിയിട്ടാണ്, നരയെ പറ്റി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ വീഡിയോയിലേക്ക് കിടക്കുന്നതിന്റെ മുന്നേ പറയാണ്, എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോകളൊക്കെ കിട്ടും. പിന്നെ അതല്ല, ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് കേട്ടോ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, അധിക സമയം പറയണില്ല. അപ്പോൾ എന്താ അതിന് വേണ്ടതെന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മളിപ്പോൾ ചക്കക്കാലല്ലേ, അപ്പോൾ ചക്കക്കുരു വെറുതെ കളയണ്ട. ചക്കക്കുരു കൊണ്ട് നമുക്കൊരു ഹെയർ ഡൈ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, നമുക്ക് നോക്കി വെക്കല്ലേ. അപ്പൊ അതിന് വേണ്ട എന്താണെന്നറിയോ, നമുക്ക് എത്ര വേണമെങ്കിലും ചക്കക്കുരു എടുക്കാം കേട്ടോ. അത് ചക്കക്കുരു എന്താ ഞാൻ ചെയ്തതെന്നറിയോ, തോല് കളഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നാണ് പൊടിച്ചിട്ട് അതിനെ ചട്ടിയിലിട്ട് നന്നായി വറുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്നറിയോ, പിന്നെ ടിക്കോഷൻ ഉണ്ടാക്കി വെച്ചു. എന്തൊക്കെ, കാപ്പിപ്പൊടി, ചായപ്പൊടി, അത് കൂട്ടിയിട്ട് ഈ നല്ല കറുന്നനം, അധികം ചൂടിലിട്ടിട്ടല്ല വറുത്തണ, ലൈറ്റ് ചൂടിലിട്ടിട്ട് കറക്കുന്ന വരെ കുറേ സമയം വേണ്ടി വരുന്നുണ്ട് അതിന്. അപ്പോൾ അങ്ങനെ വറുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്നും കൂടി ടിക്കോഷൻ കൂട്ടിയിട്ട് ഒന്നും കൂടി പൊടിഞ്ഞത് പോരാ തോന്നിയിട്ട് ഒന്നും കൂടി ഞാൻ അരച്ചു. എനിക്ക് ഇത് മാത്രമായിട്ടല്ല തേക്കേണ്ടത്, ശരിക്കും ഹെന്ന പൗഡറും നീലാമരിപ്പൊടി എന്ത് വേണമെങ്കിലും ഇതിൽ കൂട്ടാം. നെല്ലിക്കപ്പൊടിയും നീലാമരിപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും എല്ലാം കൂട്ടാണ്ട് എന്നിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം തേക്കുക വെച്ചാൽ ഇതിന് ഒരുപാട് ബെനിഫിറ്റാണ്, ഒരുപാട് ഗുണം കിട്ടും. ഇപ്പൊ എൻ്റെ അടുത്ത് അത് കാണിച്ചു തരണമെങ്കിൽ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. എനിക്ക് ചക്കക്കുരു മാത്രമേ കിട്ടിയുള്ളൂ. കാപ്പിയും ചായയുടെയും ഡിക്കോഷനും എടുത്തിട്ട് ഞാൻ അരച്ചു. അത് തന്നെ നല്ല കറുപ്പാട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാനിതൊരു 8 മണിക്കൂർ ഞാൻ ഇത് കലക്കി വെച്ചു കേട്ടോ. 8 മണിക്കൂർ ഞാൻ കലക്കി വെച്ചു. എനിക്ക് കടയിൽ നിന്ന് കിട്ടും വിചാരിച്ചിട്ട് ഞാനൊരു ആളുടെ അടുത്ത് പറഞ്ഞു വിട്ടു കേട്ടോ, എനിക്കിങ്ങനെ കൊണ്ടുവരുമോ നിങ്ങളെ നീലാമരടിയും മൈലാഞ്ചിയും ഒക്കെ എഴുതി കൊടുത്തു കേട്ടോ ഞാൻ. പക്ഷേ ഭാഗ്യദോഷം, കടകളൊന്നും തുറന്നിട്ടില്ല. തന്നെ തലേ ദിവസം ഞായറാഴ്ച ആയിട്ട് പോയി, പിന്നെ പിറ്റേ ദിവസം ഞാൻ കൊടുത്ത ദിവസം തിങ്കളാഴ്ച പെരുന്നാളായിട്ട് പോയി, എനിക്ക് സാധനം കിട്ടിയില്ല. അപ്പൊ ഞാൻ ഉള്ളത് വെച്ചിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. കണ്ടോ, ചിന്താ നോക്കൂ, കറുപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾ നീലാമരിയും നെല്ലിക്കയും മൈലാഞ്ചിയും കൂടിയും കൂട്ടി നോക്കൂ. വേണമെങ്കിൽ കുറച്ച് അലോവേര ജെല്ലോ എന്തൊക്കെ വെച്ചാൽ വേണ്ടതൊക്കെ കൂട്ടാം, നമ്മളെ മുടിയിലേക്ക് ഉപയോഗമുള്ളതൊക്കെ കൂട്ടാം കേട്ടോ. നല്ല അടിപൊളി കറുപ്പ്. എനിക്കിത് ചക്കക്കുരുവ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അത്രയും കറുപ്പായിരുന്നു കേട്ടോ. ഇതിനി ഞാൻ തേച്ച് കാണിക്കണില്ല, കാരണം എനിക്കിത് കിട്ടുമോ വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. നെല്ലിക്കപ്പൊടിയൊക്കെ കിട്ടുവെച്ചാൽ അതിൽ കൂട്ടി കലർത്താൻ, അതൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അത് നിങ്ങൾക്ക് വേഗം വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഇതിനിങ്ങനെ കലക്കി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളിത് എന്തായിട്ടും ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ നിങ്ങൾ നെല്ലിക്കപ്പൊടിയും നീലാമരിപ്പൊടിയും ഉള്ളവരെ കലക്കി വെച്ചോളൂ. കാപ്പിയുടെയും ചായയുടെയും ഞാൻ പറഞ്ഞില്ല ഡിക്കോഷൻ ഇതിൽ ഉപയോഗിച്ചു, അതും നല്ലതാട്ടോ.
നെല്ലിക്കപ്പൊടിയും നന്ന, നീലാമരിയുടെ പൊടിയും നന്ന, മൈലാഞ്ചിയുടെ പൊടിയും നന്ന. ഇനി മൈലാഞ്ചി പൊടി കൂട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നീലാമരി എന്തായാലും ഇതിൽ നിങ്ങൾ കൂട്ടിക്കോളൂ, നെല്ലിക്ക കേട്ടോ. ഇന്നാ മുടി ഇങ്ങനെ കറുകറുന്നനെ വരും. അപ്പൊ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ, ഉറപ്പായിട്ടും. അപ്പൊ ഇത് ചെയ്തു നോക്കിയിട്ട് എല്ലാവരും എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.